ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒഡോ ERP സോഫ്റ്റ്വെയറിൽ കൊട്ടേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ ഈ എടുത്തിരിക്കുന്ന ഒഡോ ഡാറ്റാബേസ് അല്ലെ ഒഡോ വേർഷൻ എന്ന് പറയുന്നത് ഒഡോ 19 ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് റിലീസ്. സെറ്റിങ്സിൽ ഇവിടെ താഴെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒഡോ 19 ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ്. കൊട്ടേഷൻ്റെ ഫീച്ചേഴ്സും ഫങ്ഷനാലിറ്റീസും ഒക്കെ സിമിലർ ടു ഒഡോ 18 ആൻഡ് 17, ഏകദേശം സെയിം തന്നെയാണ്, കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. ഞാനിവിടെ ആദ്യമായിട്ട് കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സെയിൽസ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വരുന്നത് മൈ കൊട്ടേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ക്രീനാണ്, ലിസ്റ്റ്. അതിൽ കൊട്ടേഷൻ നമ്പറും അതുപോലെ തന്നെ കസ്റ്റമറുടെ പേര്, സെയിൽസ് പേഴ്സൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. ഡീഫോൾട്ടായിട്ട് എൻ്റെ യൂസറിന് ക്രിയേറ്റ് ചെയ്ത കൊട്ടേഷൻസ് ആണ് ഇതിൽ കാണിക്കുന്നത്, അതാണ് മൈ കൊട്ടേഷൻസ്. അപ്പോൾ പുതിയ കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ന്യൂ ക്ലിക്ക് ചെയ്യുക. അവിടെ ആദ്യം ചോദിക്കുന്ന കസ്റ്റമറുടെ പേരാണ്. ഇപ്പോൾ കസ്റ്റമർ അവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിലുള്ള കസ്റ്റമേഴ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഇനി അതല്ല പുതിയ കസ്റ്റമർ ആണെങ്കിൽ എനിക്ക് ഇവിടുന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ന്യൂ കസ്റ്റമർന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ആൻഡ് എഡിറ്റും ഉണ്ട്. ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ന്യൂ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അവിടെ കസ്റ്റമർ ക്രിയേറ്റ് ആവും. ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് കൊടുത്താൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ കസ്റ്റമർ പേഴ്സൺ ആണോ കമ്പനി ആണോ ഇവിടെ സെലക്ട് ചെയ്യുന്നു. ദെൻ അവരുടെ ഇമെയിൽ ID, ഫോൺ നമ്പർ, അഡ്രസ്സ്, അതേപോലെ തന്നെ ടാക്സ് ID, വാറ്റ് നമ്പർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതേപോലെ ആ കമ്പനിയുടെ അണ്ടറിൽ ആരെങ്കിലും കോൺടാക്ട് പേഴ്സൺ ഉണ്ട് അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. ദെൻ സെയിൽസ് ആൻഡ് പർച്ചേസ് എന്ന് പറഞ്ഞ ടാബിൽ അവരുടെ ഈ ഒരു കസ്റ്റമർ നമുക്ക് വേണമെങ്കിൽ സെയിൽസ് പേഴ്സൺ അസൈൻ ചെയ്ത് കൊടുക്കാം. അവരുടെ പേയ്മെൻറ്റ് ടേംസ് ഡിഫൈൻ ചെയ്യാം, ക്രെഡിറ്റ് കസ്റ്റമറൊക്കെ ആണെങ്കിൽ. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൻ്റെ അണ്ടറിലുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ന്യൂ കസ്റ്റമർ എന്ന് പറഞ്ഞ പേര് മാത്രം കൊടുത്ത് സേവ് ചെയ്യുകയാണ്. വൺസ് ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് അവരുടെ ഇൻവോയ്സ് അഡ്രസ്സും ഡെലിവറി അഡ്രസ്സൊക്കെ വരുന്നുണ്ട്. ചില കസ്റ്റമേഴ്സിൻ്റെ കേസിൽ അവരുടെ ഇൻവോയ്സ് അഡ്രസ്സും ഡെലിവറി അഡ്രസ്സൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് മാറ്റി കൊടുക്കാൻ പറ്റും. ദെൻ റെഫറർ എന്ന് പറഞ്ഞിട്ടൊരു ഫീൽഡ് ഉണ്ട് ഇവിടെ, വേണമെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാം, മാൻഡറ്ററി അല്ല. പിന്നെ കൊട്ടേഷൻ ടെംപ്ലേറ്റ്. ഈ കൊട്ടേഷൻ ടെംപ്ലേറ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ചില കസ്റ്റമേഴ്സിന് സർവീസിലെ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസും അതുപോലെ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അത് നമുക്ക് ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കൊട്ടേഷൻ ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഓഫീസ് ഫർണിച്ചർ എന്ന് പറഞ്ഞൊരു കൊട്ടേഷൻ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കുറേ ഐറ്റംസ് ലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രീഡിഫൈൻ ചെയ്തിട്ട് വെക്കാൻ പറ്റും, പ്രീഡിഫൈൻ ചെയ്ത് ഇതിലേക്ക് സ്റ്റോർ ചെയ്ത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പം ഇനി അതല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അത് ബ്ലാങ്ക് കൊടുത്തതിന് ശേഷം അടുത്ത ഫീൽഡുകളിൽ നോക്കാം. ഇപ്പോൾ എക്സ്പയറേഷൻ എന്ന് പറഞ്ഞാൽ കൊട്ടേഷൻ്റെ വാലിഡിറ്റിയാണ്. സാധാരണഗതിയിൽ കൊട്ടേഷൻ നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ട്രേഡിംഗ് ഐറ്റം ആണെങ്കിൽ നമുക്കൊരു വാലിഡിറ്റി ഉണ്ടാവും ആ ഒരു പ്രൈസിന്. ഇപ്പോൾ 1 മന്ത് ആണ്, 1 മന്ത്, 2 മന്ത് ആണ്, 6 മന്ത്, അങ്ങനെ ഒരു ഡിപ്പെൻഡ്സ് ഓൺ ദ ബിസിനസ്. ഇവിടെ എക്സ്പയറി ഡേറ്റ് എനിക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഈ റിക്കറിംഗ് പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് റെൻ്റലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അതിന് ഇവിടെ ഒരു മാൻഡറ്ററി ആയിട്ടുള്ള ഓപ്ഷനില്ല. ദെൻ പ്രൈസ് ലിസ്റ്റ്. ഈ പ്രൈസ് ലിസ്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. പ്രൈസ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം നമ്മുടെ ബിസിനസ്സിൽ റീറ്റെയിൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും, ഹോൾസെയിലേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സ്, നമുക്ക് പല പ്രൈസിലും അവർക്ക് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് പ്രൈസ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ പേയ്മെൻറ്റ് ടേംസ് നമുക്കിവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. ക്രെഡിറ്റ് ആണോ ഇനി ക്യാഷ് ആണോ, ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് മീൻസ് ക്യാഷ് പേയ്മെൻറ്റ് ആണോ, ക്രെഡിറ്റ് എത്ര ദിവസമാണെന്നൊക്കെ ഇവിടെ കൊടുക്കാം. സപ്പോസ് നമ്മൾ ഈ കസ്റ്റമറിൻ്റെ ഉള്ളിൽ ഈ പേയ്മെൻറ്റ് ടേംസ് ഡിഫൈൻഡ് ആണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ഇവിടെ സെലക്റ്റഡ് ആയിട്ട് വരും. ഞാൻ പേയ്മെൻറ്റ് ടേംസ് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസൊക്കെ ഫിൽ ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ നമ്മൾ ആഡ് പ്രൊഡക്റ്റ് കൊടുക്കുകയാണ്. ഇപ്പം പ്രൊഡക്റ്റ് നെയിം അല്ലേ, ഐറ്റം കോഡ്, അതല്ലേ ബാർ കോഡ്, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാം. ഞാനിവിടെ സ്ക്രൂ എന്ന് പറഞ്ഞൊരു ഐറ്റം ഇവിടെ സെലക്ട് ചെയ്യാണ്. ദെൻ ഇവിടെ ഒരു 3 ലൈന് കണ്ടോ, ഈ ലൈന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കാം. ദെൻ ക്വാണ്ടിറ്റി, അതുപോലെ യൂണിറ്റ് ഓഫ് മെഷറൊക്കെ നമുക്ക് ഐറ്റത്തിൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക് ഡ്രോപ്പ് ഡൗണിൽ വരും. ദെൻ സെല്ലിംഗ് പ്രൈസ്, യൂണിറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ സെയിൽസ് പ്രൈസ് പെർ യൂണിറ്റ് ആണ്. അത് ഈ പ്രൊഡക്റ്റിൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. പ്രൊഡക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അതേപോലെ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് അല്ലെ വാല്യൂസൊക്കെ എങ്ങനെ കൊടുക്കാമെന്നൊക്കെ ഉള്ളത് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഈ യൂണിറ്റ് പ്രൈസ് ഞാനിവിടെ ഒരു 10 കൊടുക്കുകയാണ്. വാറ്റ് ഓരോ കൺട്രിക്ക് അനുസരിച്ചുള്ള വാറ്റ് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ട് അത് കൊടുക്കാൻ പറ്റും. ടോട്ടൽ എമൗണ്ട് 10 വന്നിട്ടുണ്ട്, പ്ലസ് വാറ്റ് താഴെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 11.5 ആണ്. ഈ മാർജിനൊക്കെ നമുക്കിവിടെ ഹൈഡ് ചെയ്യാനും അതേപോലെ തന്നെ വിസിബിൾ ആക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് കോൺഫിഗറേഷൻ സൈഡിലാണ്. അപ്പോൾ ഞാനൊരു ഐറ്റം ആഡ് ചെയ്തു.
ദെൻ എനിക്കിവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്പർ ജനറേറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്, നമ്മളിപ്പോൾ ഒരു ട്രേഡിംഗ് കമ്പനിയാണ്. അപ്പോൾ അവർക്ക് കസ്റ്റമർക്ക് കൊട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ കൊടുക്കണമെന്നുണ്ട്. നമുക്ക് ആഡ് സെക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ സ്ക്രൂ എന്ന് പറഞ്ഞ ഐറ്റം ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്ക്രൂ എന്ന് പറയുന്ന ഐറ്റം ഞാനിവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഐറ്റംസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ആഡ് ചെയ്യാണ്. ഈ സെക്ഷൻ ഞാനിവിടെ ഡ്രാഗ് ചെയ്ത് മേലേക്ക് കൊടുത്തു. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഐറ്റംസ് കംപ്ലീറ്റ് എനിക്കിവിടെ ആഡ് ചെയ്യാം. അതിനുശേഷം അടുത്തൊരു സെക്ഷൻ ആഡ് ചെയ്യാണ് മാൻ പവർ സർവീസസ് അല്ലെ മാൻ പവർ പ്രൊഡക്റ്റ്. ആ ഒരു രീതിയിൽ നമുക്കിവിടെ ഇതിനെ ഗ്രൂപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാണ്, ഒരു സർവീസും കൂടെ ആഡ് ചെയ്യാണ്. ഇപ്പം IT ഒരു ടെക്നിക്കൽ പ്ലാൻ സർവീസസ് എന്ന് പറഞ്ഞിട്ട് അത് അവർലി ആണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിനെ കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ ചെയ്യാൻ പറ്റും സെക്ഷനാക്കി. അതുപോലെ നമുക്ക് നോട്ട് ആഡ് ചെയ്യണം. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കിവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻസ് ആഡ് ചെയ്യാം. ആഡ് പ്രൊഡക്റ്റ്, ആഡ് സെക്ഷൻ, ആഡ് നോട്ട്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഇതിലുണ്ട്. ദെൻ നമ്മളിത് ഈ ഒരു രീതിയിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊട്ടേഷൻ ബിൽഡർ എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വാൻസ് ഫംഗ്ഷനാലിറ്റി ഉണ്ട്. നമ്മുടെ കൊട്ടേഷൻ്റെ പ്രിൻറ്റിൻ്റെ ഒക്കെ ലേഔട്ടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ദെൻ അതർ ഇൻഫോ എടുത്തു കഴിഞ്ഞാൽ അവിടെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഫോ, കസ്റ്റമർ റെഫറൻസ് ഉണ്ട്. അതേപോലെ ഡെലിവറി, ഏത് വെയർ ഹൗസിൽ നിന്നാണ് ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ഡെലിവറി, ഇൻകോ ടേംസ്, ഷിപ്പിംഗ് പോളിസി, ഡെലിവറി ഡേറ്റ് ഒക്കെ കൊടുക്കാൻ പറ്റും. ദെൻ നോട്ട്സിൽ നമുക്ക് എന്താ അഡീഷണൽ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ദെൻ നമുക്കിവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, നേരത്തെ പറഞ്ഞ പോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമുക്കിവിടെ ചാറ്റ് ബോട്ട് AI ഒക്കെ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലേറ്റസ്റ്റ് വേർഷനിൽ 19 മുതലാണ് AI വന്നിട്ടുള്ളത്. ഇതുപോലെ തന്നെ ChatGPT എന്ന് പറഞ്ഞാൽ 18ലും അവൈലബിൾ ആണ്, 18നും 17 ഒക്കെ അവൈലബിൾ ആണ് വേർഷനിൽ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്കിവിടെ ബുള്ളറ്റ് പോയിൻ്റ് ഒക്കെ ഇട്ടിട്ട് കൊടുക്കാൻ പറ്റും. പേയ്മെൻറ്റ് ടേംസ്, അതുപോലെ വാലിഡിറ്റി, കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത്രയും കഴിഞ്ഞാൽ നമുക്കിവിടെ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊട്ടേഷൻ നമ്പർ വന്നിട്ടുണ്ട്. ഇവിടെ പ്രിൻറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ആ കൊട്ടേഷൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ ഒരു പ്രിവ്യൂ ഇവിടെ കാണാൻ പറ്റും. ഡൗൺലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അതേപോലെ പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ക്രീനിൽ തന്നെ ആ ഒരു കൊട്ടേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് പ്രിൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്നുള്ളത് ഇവിടെ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൊട്ടേഷൻ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് കസ്റ്റമർക്ക് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഡയറക്റ്റ് ഓടോന്ന് തന്നെ ഇമെയിൽ സെർവറൊക്കെ ഇൻറ്റഗ്രേറ്റഡ് ആണെങ്കിൽ സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.